ഗർഭകാലത്തിന്റെ 7ാമത്തെ ആഴ്ചയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചസ്, പ്രഗ്നൻസി സിംറ്റംസ്, കുഞ്ഞിന്റെ വളർച്ച, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം ഗർഭിണികൾക്കുണ്ടാകുന്ന ചേഞ്ചസും അതോടൊപ്പം തന്നെ പ്രഗ്നൻസി സിംറ്റംസും എന്തൊക്കെയാണെന്ന് നോക്കാം. 7th വീക്സിൽ ഹോർമോൺ ചേഞ്ചസ് കൂടുതലായതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സിംറ്റംസും കൂടുതലായിരിക്കും. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചെരിച്ചിലൊക്കെ കൂടുതലായിരിക്കും. അതുപോലെ ബ്രസ്റ്റ് പെയിൻ, ബ്രസ്റ്റിന്റെ സൈസ് കൂടുക, വായിൽ ഉമിനീരിന്റെ അളവ് കൂടുതലായിരിക്കും, ഫ്രീക്വന്റ് ആയിട്ട് മൂത്രമൊഴിക്കാൻ തോന്നും. അതുപോലെ ബാക്ക് പെയിൻ, ഭക്ഷണത്തോട് താല്പര്യക്കുറവ്, അതുപോലെ ഫേസിലെ പിമ്പിൾസ്, ഓയിലി സ്കിന്ന്, റാഷസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് വജൈനൽ ഡിസ്ചാർജ് മിൽക്കി വൈറ്റ് ആയിട്ടായിരിക്കും ചിലരിൽ കാണുക. ഇത് പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ വയറിലെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ചിലർക്ക് ഗ്യാസിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വയറ് ചെറുതായിട്ട് വീർത്തതുപോലെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രഗ്നന്റ് ആയത് കാരണം വയറ് വലുതായി തുടങ്ങി എന്ന്. ഈ ഒരു വീക്കിൽ നമ്മുടെ കുഞ്ഞിന്റെ സൈസ് ചെറുതായത് കൊണ്ട് തന്നെ നമ്മുടെ വയറിന്റെ സൈസിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. 7th വീക്കിൽ കുഞ്ഞിനുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. ഈ വീക്കിൽ കുഞ്ഞിന്റെ സൈസ് എന്ന് പറയുന്നത് മുൻപത്തേക്കാളും ഡബിൾ ആയിട്ടുണ്ടായിരിക്കും. ബ്രെയിൻ ഡെവലപ്മെന്റ് കാര്യമായിട്ട് നടക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ കുഞ്ഞിന്റെ തലയുടെ വലിപ്പം 0.8 mm ആയിരിക്കും. കുഞ്ഞിന്റെ കൈവിരൽ, കാൽവിരലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇൻഡസ്റ്റൈൻ, റെസ്പിറേറ്ററി സിസ്റ്റം, കിഡ്നിയൊക്കെ വളരുന്നുണ്ടാകും. മജ്ജകൾ രൂപപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് കരളാണ് എപ്പോഴും ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പല്ലുകൾ, മോണകൾ ഇവ ഉണ്ടാകാൻ തുടങ്ങും. കുഞ്ഞിന്റെ സ്കിന്ന് വളരെ നേർത്തതായത് കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിന്റെ ഞരമ്പുകൾ കാണാൻ സാധിക്കും. 7th വീക്കിൽ കുഞ്ഞിന്റെ സൈസ് ബ്ലൂബെറിയുടെ അത്രമാത്രമായിരിക്കും. ലെങ്ത് 1.27 cm, അതായത് 0.5 ഇഞ്ച് മാത്രമായിരിക്കും. പ്രഗ്നൻസിയിലെ ആദ്യത്തെ സ്കാനിങ് ഡോക്ടേഴ്സ് പറയാറുള്ളത് 7th വീക്കിലോ അല്ലെങ്കിൽ 8th വീക്കിലോ ആയിരിക്കും. ഈ ഒരു ടൈമിൽ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ്. മിക്ക പേഷ്യൻസും ഈ 7th വീക്കിലായിരിക്കും സ്കാനിങ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് കുഞ്ഞ് വളരുന്നത് യൂട്രസിനകത്താണോ കുഞ്ഞിന്റെ ഗ്രോത്ത് അറിയാനോ ഒക്കെ കഴിയും. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കും. അതുപോലെ ഡെലിവറി ഡേറ്റും ഈ ഒരു സ്കാനിങ്ങിൽ അറിയാൻ സാധിക്കും. ഇറഗുലർ പീരീഡ് ഉള്ളവർക്ക് ഈ ഒരു സ്കാനിങ് വളരെ ഉപകാരപ്പെട്ടതാണ് അവരുടെ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികൾ, ഇലക്കറികൾ, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ്, ഹോൾ ഗ്രെയിൻസ്, പാല്, തൈര്, മുട്ട, ചെറുപയർ, കടല, കപ്പലണ്ടി, ബദാം പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. വോമിറ്റിംഗ് ഉള്ളവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ഓയിലി ഫുഡ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഗ്യാസ് കയറുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വോമിറ്റിംഗ് ആണെന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരാണെങ്കിൽ അവർ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അത് ജ്യൂസ് അടിക്കാതെ അതുപോലെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സ് നൽകിയിരിക്കുന്ന വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുക്കുക. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്ഷീണവും തളർച്ചയും വോമിറ്റിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും ടെൻഷൻ ആയിരിക്കും, ഫുള്ള് പ്രഗ്നൻസി ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന്. ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കാണാറുള്ളത്. പിന്നീട് അതൊക്കെ നോർമലായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതുപോലെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാതെ ശ്രദ്ധിക്കുക. റെസ്റ്റ് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാതിരിക്കുക. കഫീൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത് കുറയ്ക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.